നമസ്കാരം. വയനാട്ടിൽ ഉണ്ടായ പ്രകൃതിയുടെ പ്രതിഭാസം പലരും നമ്മുടെ കൺമുന്നിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്നത് ശരീര അവശിഷ്ടങ്ങൾ. ഇപ്പോഴും നിരവധി പേർ കാണാമറയത്ത് നിൽക്കുകയാണ്. ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ തെരച്ചില് ഇനി എത്ര നാൾ വരെ പോകും? അതാണ് നമ്മൾക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അവശേഷിക്കുന്നവർ മുൻകാലങ്ങളിലും ഇതുപോലെ പ്രകൃതിയുടെ പ്രതിഭാസമുണ്ടായ സമയത്തും പലരും അപ്രത്യക്ഷമായി. ഇപ്പോഴും അവർ കാണാമറയത്ത് തന്നെ നിൽക്കുകയാണ്. ഇവിടെ ഈ മുണ്ടക്കയിലും കാണാമറയത്തായവർ അങ്ങനെ തന്നെ തുടരുമോ? ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇത് ഈ തിരച്ചിലിനും ഒരു സമയം ഒക്കെ ഉണ്ടല്ലോ. എത്ര നാൾ വരെ ഇതിങ്ങനെ തുടർന്നു പോകാനായിട്ട് സാധിക്കും? ഒരുപാട് ദിവസം പോകാൻ പറ്റത്തില്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവിടെ ഈ സ്ഥലം നിരവധി സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമുണ്ട്, വന്നിട്ടുണ്ട്. മൈഗ്രേഷൻ തൊഴിലാളികളായി വന്നിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങളുണ്ട് അടുത്തൊക്കെ. ഈ സ്ഥലങ്ങളിൽ വന്ന ബന്ധുക്കൾ കാണും. ഈ ദിവസങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ബന്ധുമിത്രാദികൾ കാണും, സുഹൃത്തുക്കൾ കാണും. അപ്പോൾ പിന്നെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. അവിടേക്ക് ഒരുപാട് പേര് വന്ന് താമസിക്കുന്നുണ്ടാവും. അതിന്റെ കണക്ക് പഞ്ചായത്തിലും കാണത്തില്ല, വില്ലേജിലും കാണത്തില്ല, ഒരിടത്തും കാണത്തില്ല. കാരണം കണക്കെടുക്കേണ്ട സ്ഥലങ്ങളിലുള്ള ഓഫീസുകളെല്ലാം പോയല്ലോ, അതെല്ലാം പോയല്ലോ, കംപ്ലീറ്റ് പോയല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ കണക്ക് കാണാൻ സാധ്യത കുറവാണ്. പിന്നെ സർക്കാർ ഇപ്പൊ ചെയ്യാൻ ഒരു നദിയിൽ വീണാൽ മാക്സിമം ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നോക്കുക, ഒരു തെരച്ചിൽ നടത്തുക. അത് തന്നെ പരിമിതമാണ്. ഈ നദിയിലേക്ക് ആളുകൾ പോയിട്ടുള്ളത് കൊണ്ട് കുറെ പേരിൽ നദിയിൽ പോയിട്ടുണ്ട്. കാരണം കുറച്ച് ആളുകളും വസ്തുക്കളും നദിയിൽ പോയിട്ടുണ്ട്. നദിയിൽ പോയിട്ടുള്ള ആളുകളുടെ ചിലപ്പോൾ അത് തിരിച്ചെടുക്കാനും കാണാനൊന്നും പറ്റണമെന്നില്ല. ഡെഡ് ബോഡികളെ കഴുകി പോയതാകാം. അതുകൊണ്ടാണ് ചില ഭാഗം കഴുകി പോയതുകൊണ്ടാണ് പീസ് കിട്ടുന്നത്. തല മാത്രം കാല് മാത്രമോ കിട്ടുന്നത്. അപകടത്തിൽപ്പെട്ടു അഴുകി പോയതുകൊണ്ട് രണ്ട് രീതിയിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപാട് കാലം കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ കവളപ്പാറ നമ്മൾ നടന്നു, എല്ലാവരെയും നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. ഓഹി നടന്നു, എല്ലാവരെയും നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ആഴക്കടലിൽ പോയ പലരും പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിനപ്പുറം ഇത് തിരച്ചിൽ നടത്താൻ സാധ്യതയില്ല. സൈന്യത്തിനും പരിമിതികളുണ്ട്. നമ്മൾ പറയുമ്പോൾ സത്യമായിട്ട് പറയണമല്ലോ. സൈന്യത്തിന് കുറച്ച് ദിവസം കൂടെ അവർ തിരയും, പിന്നെ ബാക്കി അവർ തിരച്ചിൽ നിർത്തും. പിന്നെ ആകപ്പാടെ കണക്കെടുക്കാവുന്നത് മരിച്ചു പോയവരുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ വന്ന് ഇത് കണ്ടില്ല എന്ന് പറയുമ്പോൾ കുറച്ചു കാലം വേറെ ആരും ഇത് മറ്റെങ്ങും ജീവിച്ചിരിക്കുന്നതായിട്ട് റിപ്പോർട്ട് വരാതിരുന്നാൽ അതും കൂടി മരിച്ചവരുടെ ലിസ്റ്റിൽ പെടുത്താം എന്നുള്ളതല്ലാതെ മിസ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു 150 പേർ മിസ്സിംഗ് ആണ്. ഇപ്പോഴും ഉണ്ട്, ഒരു 100ഓളം പേരെങ്കിലും മിസ്സിംഗ് ആണ്. അവർ മരിച്ചിരിക്കാം, കാരണം അല്ലെങ്കിൽ അവർ തിരിച്ചു വരുമായിരുന്നല്ലോ. ജീവിച്ചിരിക്കുകയാണെങ്കിൽ തിരിച്ചു വരുമായിരുന്നല്ലോ, മരിച്ചിരിക്കാം. ഇവർ ആരൊക്കെയാണെന്നുള്ളത് അറിയില്ല. പിന്നെ അവരുടെ മേൽവിലാസം ഇല്ല, ഏത് സ്റ്റേറ്റുകാരാണെന്നറിയില്ല. ഇല്ല, അവരെ എല്ലാവരെയും തിരിച്ചെടുക്കുമെന്ന് പ്രായോഗികമല്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് ശരിയല്ല. അനുഭവങ്ങളുടെ പശ്ചാത്തലവും അതല്ല. പല ആളുകളെയും എവിടെ ആപത്തുണ്ടാകുമ്പോഴും ഇങ്ങനത്തെയൊക്കെയാണ് സംഭവിക്കുന്നത്. കൂട്ടമായി അടക്കുക, സംസ്കരിക്കുക, പിന്നെ കണ്ടെത്താതിരിക്കുക, ഇതെല്ലാം സംഭവിക്കുക തന്നെയാണ്. എല്ലാ ആപത്തുകളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്. അവസാനത്തെ ആളിനെയും കണ്ടെത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഈ ശരീരാവശിഷ്ടങ്ങൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ കുറെ ദിവസങ്ങൾ കൂടി ഈ തെരച്ചിൽ തുടർന്നു പോകും. ഒരുപക്ഷെ അത് കഴിഞ്ഞ് നിർത്തുമ്പോൾ പിന്നീട് ഈ ഭൂമി ഇളകി മറിയുന്ന അവസരത്തിൽ ശരീരാവശിഷ്ടങ്ങൾ വീണ്ടും കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ നമുക്കറിയാം, മനുഷ്യ ശരീരം മണ്ണോടെ ചേരണമെന്നുണ്ടെങ്കിൽ അതിനൊരു സമയം മണ്ണിൽ കാണാം, പിന്നെ അതുപോലെ നദിയിൽ കാണാം. നദിയുടെ അടിയിലോട്ട് പോയി ആ കുറ്റി ഈ ആള് ബോഡിയായിട്ട് തന്നെ കിടന്നാലേ അത് മുകളിലേക്ക് പൊങ്ങി വരത്തുള്ളൂ. അല്ലാതെ വല്ല മരത്തിന്റെയോ അല്ലെങ്കിൽ ചുഴിയിലോ ഒക്കെ പെട്ട് കിടക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞായിരിക്കും പൊങ്ങി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ വളരെ കിലോമീറ്റർ, ഇപ്പം ഷിരൂരിൽ ഒരു മത്സ്യത്തൊഴിലാളി ബോഡി കിട്ടിയത് എത്രയോ കിലോമീറ്റർ ദൂരെ എന്നല്ലേ. അത് ഉണ്ടായ സ്ഥലമായിട്ടൊന്നും ചിലപ്പോൾ എവിടെ നിന്നാണ് വീണെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ എടുക്കാം. പിന്നെ കടലിൽ പോയതാണെങ്കിൽ മത്സ്യങ്ങൾ കഴിച്ചുകൊണ്ട് പോകാം. അങ്ങനെയുണ്ടല്ലോ, കടലിൽ മത്സ്യങ്ങൾ ജീവജാലങ്ങൾ കഴിക്കാമല്ലോ. കടലിലാകുമ്പോൾ അത് സംഭവിക്കാം. കരയിലാകുമ്പോൾ ഈ പറഞ്ഞ മണ്ണിൽ കിടക്കാം. പിന്നെ 40ഓളം ഡെഡ് ബോഡി അടക്കിയത്, നമ്മൾ സംസ്കരിച്ചത് അഡ്രസ് ഇല്ലാതെയല്ലേ, ആരെന്നറിയാതെ 40 പേരെ ഇപ്പൊ സംസ്കരിച്ചതിൽ ആരെന്നറിയാതെ സംസ്കരിക്കാണല്ലോ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും മണ്ണിന്റെ അടിയിൽ കാണാം. അത് ചിലപ്പോൾ വല്ല അവയവങ്ങളായിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ അതുപോലെ തന്നെ ഇപ്പൊ കെട്ടിടങ്ങളുണ്ടല്ലോ, ഒരുപാട് കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്.
ഇടിഞ്ഞു വീണ കെട്ടിടങ്ങളിൽ ആ കെട്ടിടങ്ങളുടെ പാർട്ട് ഇനിയും വരുന്ന ഉരുൾപൊട്ടലുകളിലോ ബാക്കിയുള്ള പ്രോസസ്സുകളിലോ എന്ത് സംഭവിക്കാം? അത് അവിടെയൊക്കെ കുഴിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യൂല. ഇപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതി തന്നെ പല വേലകളും കാണിക്കും. അങ്ങനെ കാണിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും പലതും പുറത്തു വരാനുള്ള സാധ്യത ഇനി ലോങ് റണ്ണിലുണ്ട്. അസ്ഥികൂടങ്ങൾ കിട്ടാം, തലകൾ കിട്ടാം, കാലുകൾ കിട്ടാം, അങ്ങനെയൊക്കെ വരും. ഇതെല്ലാം അങ്ങനെയല്ലേ നമ്മൾ ഫോസിലുകളൊക്കെ കിട്ടുന്ന എത്രയോ വർഷം കൊണ്ട് കിട്ടുന്നതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിലും ഇത്തരം സാധ്യതകൾ ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ മുൻപുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിലും ഒക്കെ പലരെയും നമുക്ക് ഇതുപോലെ കാണാമറയത്ത് നിൽക്കുന്നുണ്ട്. ഒന്നും ഒരു വിവരവും കിട്ടാത്ത അന്വേഷണം ഈ പറഞ്ഞതുപോലെ പൂർത്തിയാക്കും. കുറച്ച് നാൾ പ്രഖ്യാപിക്കും. ഇനിയിപ്പോ പൂർത്തിയായെന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ ശിരൂര് വീണ്ടും ശിരൂർ പറയുന്നത് വേറെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. ശിരൂരിൽ അർജുനെ കണ്ടില്ല, സമ്മതിച്ചു. പക്ഷെ വേറെ രണ്ടുപേരെ അവിടെ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് ആരും ടെൻഷൻ അടിക്കുന്നില്ലല്ലോ. അർജുനെ പോലെ തന്നെയല്ലേ അവരും. നമ്മുടെ അർജുനന് വേണ്ടി ടെൻഷൻ അടിക്കുന്നു. അവിടെയുള്ള കർണാടകത്തിലെ മീഡിയകളോ അല്ലെങ്കിൽ ആരെങ്കിലും ആ രണ്ടുപേരെ കണ്ടില്ല എന്ന് പറയുന്നു. അവരുടെ പേര് പോലും അറിയത്തില്ല, ഇത് ആരാന്ന് പോലും അറിയത്തില്ല. ഇനി അത്രേ ഉള്ളോ? വേറെ തമാശയുണ്ട്. ഇനി അവിടത്തെ ഒരു കുഴപ്പമാണ്, നമ്മളെ പോലെയല്ല. അവിടെ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ അടുത്ത ഗ്രാമത്തിലുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ ദൂരെയുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ തമ്മിൽ ഭയങ്കരമായി ഫ്രീക്വന്റ് ആയിട്ട് കേരളത്തിലെ പോലെ കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. ഇനി എന്തെങ്കിലും ബന്ധുക്കളെ തിരക്കി വരുമ്പോഴായിരിക്കും ബന്ധുവില്ല, സ്ഥലവുമില്ല, ഒന്നുമില്ല, അപ്പോഴായിരിക്കും അവരറിയുന്ന മരിച്ചുപോയെന്ന്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഗ്രാമം പോലെ അല്ലല്ലോ. വനത്തിനകത്താണ് അത് സംഭവിച്ചത്, അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്താണ് അവിടെ ഈ കടയൊക്കെ ഇരുന്നത്, ചായക്കടയൊക്കെ ഇരുന്നത് ലക്ഷ്മണന്റെ. അപ്പൊ അതുകൊണ്ട് ഇതൊരു പ്രോസസ്സാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോ വൈകാരികമായ വിഷയങ്ങളെ കണ്ടു, എല്ലാവരും ഒത്തുകൂടി, ഭക്ഷണം കൊടുത്തു, അത് കൊടുത്തു, എല്ലാവരും ഒത്തുകൂടി, എല്ലാവരും മലയിറങ്ങും. 2 ദിവസം 3 ദിവസം കൂടെ നോക്കുമ്പോൾ എല്ലാവരും മലയിറങ്ങും. എല്ലാ മീഡിയകളും അടുത്ത വിഷയങ്ങളിലേക്ക് പോകും. അപ്പോഴവിടെ ഒരുപാട് ആത്മാക്കളും ശരീരങ്ങളും അവിടെ ഉണ്ടാവും. ഒരുപാട് കഥ നമ്മളോട് പറയും അവർ. പ്രകൃതിക്ക്, അവിടുത്തെ കാറ്റിന് കഥ പറയാനുണ്ടാവും, അവിടുത്തെ മലയ്ക്ക് കഥ പറയാനുണ്ടാവും, അവിടുത്തെ പുഴയ്ക്ക് കഥ പറയാനുണ്ടാവും, അവിടുത്തെ പക്ഷിമൃഗാദികൾക്ക് കഥ പറയാനുണ്ടാവും. ആത്മാക്കൾക്ക് വിശ്വസിക്കുന്നെങ്കിൽ ആത്മാക്കൾക്ക് കഥ പറയാനുണ്ടാവും. ഒരുപാട് ശരീരങ്ങൾ അവിടെ, മനുഷ്യ ശരീരങ്ങൾ നേരായ രൂപത്തിലും പാർട്ടുകളായിട്ടും ആ ഭൂമിക്കടിയിൽ ഉണ്ടാകും, മണ്ണിലുണ്ടാകും. അതിനും കഥ പറയാനുണ്ടാവും. ഈ ഭൂമിയെ എന്ന് പറയുന്നത് ഇനി പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന അപ്രാപ്യമാണ്, വളരെ പ്രായോഗിക. അപ്പോൾ അവിടെ താമസിച്ചിരുന്നവർ, അവിടെ ആ കുടുംബത്തിലൊക്കെ അവശേഷിക്കുന്നവർ ഇനി ഒരു പക്ഷെ അവിടെ താമസിക്കാൻ മാനസികമായി പോലും അവർ തയ്യാറാകത്തില്ല. കാരണം അവരുടെ മനസ്സ് തകർന്നു പോയി, കൃഷി എല്ലാം തകർന്നല്ലോ. അവർ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരാൾ പറയുകയായിരുന്നേ, ചാനൽ പറഞ്ഞല്ല, ഒരാൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് പറയുകയായിരുന്നേ, ക്യാമ്പിലൊക്കെ താമസിക്കുന്ന ഭക്ഷണമൊക്കെ കിട്ടുന്നു, സിഗരറ്റ് വലിച്ചിട്ട് 5 ദിവസമായിരുന്നേ. അയാൾ പറയുകയാണ്, ഞാൻ ചെയിൻ സ്മോക്കർ ആയിരുന്നു, പാക്കറ്റ് കണക്കിന് സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുന്ന ആളെ. സിഗരറ്റ് വലിക്കുന്നത് ശരിയോ തെറ്റോ അതൊക്കെ വേറെ ചർച്ച ചെയ്യാം, അല്ലെ മദ്യപിക്കുന്നത് ശരിയോ അതൊക്കെ വേറെ ചർച്ച. പക്ഷെ അങ്ങനെ ഒരു സുഖലോലുപതയിൽ സ്വന്തം പൈസ എടുത്ത് അധ്വാനിക്കുന്ന പൈസ കൊണ്ട്, അധ്വാനിക്കുന്ന സമൂഹമാണല്ലോ അവിടെ, കൃഷിക്കാരൊക്കെ അല്ലേ, അധ്വാനിക്കുന്ന പൈസ എടുത്ത് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ചെയ്തിരുന്നവർ സർക്കാരിന്റെയോ. പിന്നെ വേറൊരു തമാശയുണ്ട്, അത് വേറൊരു ദുരന്തമാണ്. ഞാൻ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ദുരന്ത സ്ഥലത്തേക്ക് ഒരു സാധനം ആരെങ്കിലും കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ദയവായി എന്ത് ചെയ്യരുത്, ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത്. ഇതവിടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാവിയിൽ ആലോചിക്കേണ്ട കാര്യം ഞാൻ ഈ പറയുന്നത്. നമ്മൾ വലിയ പബ്ലിസിറ്റിയാണ്, അവരപ്പോ ഭിക്ഷക്കാരാണോ, ദാനം വാങ്ങാൻ നിൽക്കുന്നവരാണോ? നമ്മളിവിടെ സിറ്റിയിലൊക്കെ 5 സെന്റിലും 10 സെന്റിലും ഒക്കെ താമസിക്കുമ്പോൾ 2.5 ഏക്കർ 3 ഏക്കർ 4 ഏക്കർ സ്ഥലത്ത് വലിയ കൃഷി ചെയ്ത് പരമ്പരാഗതമായി അവിടെ താമസിച്ച് തലമുറകളും പശുവും ആടും കോഴിയൊക്കെ വളരെ പാരമ്പര്യത്തോട് താമസിച്ച് അവിടുത്തെ ഒരുവിധപ്പെട്ട കൃഷിയെല്ലാം വീട്ടിൽ ചെയ്ത് വളരെ സമ്പന്നതയിൽ ആർത്തുലച്ച് പ്രകൃതിയോട് ചേർന്ന് ജീവിച്ച ആളുകൾ വിഷമേൽക്കാത്ത കഴിച്ച് അവരെ 15 സെന്റ് കൊടുക്കാന്ന് പറഞ്ഞ് പുത്തുമലയെ കൊണ്ടുവന്ന് 7 സെന്റ് കൊടുക്കുന്നു. 25 വീട് വെച്ചത് 10 വീട് ചോരുന്നു. അവിടെ ഇന്നലെ ഒരു ചാനലിൽ വന്ന് ഷംഷാദ് എന്ന് പറയുന്ന ജില്ലാ പ്രസിഡന്റ് പറയുകയായിരുന്നു, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറയുകയായിരുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ വേദനയുണ്ട് കേട്ടോ, ഒരു സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ. പറയായിരുന്നു അവിടെ അവർക്ക് ബാലവാടിയോ അംഗൻവാടിയോ അങ്ങനെ എന്തോ ഒരു സംവിധാനം വേണം ആ ആളുകൾക്ക്, അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് റവന്യൂ ഭൂമിയിലാണ്, കുറച്ച് റവന്യൂ ഭൂമി കണ്ടെത്തി, അത് പഞ്ചായത്തിന് കൈമാറിയ പഞ്ചായത്ത് പണിയും. വർഷം കുറച്ചായെന്നേ, പഞ്ചായത്തിന് കൈമാറിയിട്ടില്ലെന്നേ. 5 മിനിറ്റ് കൊണ്ട് കൈമാറേണ്ടതല്ലേ, 5 നിമിഷമല്ലേ വേണ്ടു ഇത് കൈമാറാൻ. പക്ഷെ നിയമത്തിന്റെ കുരുക്കുകളിലിട്ട് ഉദ്യോഗസ്ഥർ കളിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു ഡിഗ്നിറ്റി നഷ്ടപ്പെട്ട സമൂഹമായി അവർ നിൽക്കുകയാണ്. അവർക്ക് നമ്മൾ ഭക്ഷണം കൊണ്ട് കൊടുക്കണോ വേണ്ടേ ചർച്ചയാണ്. അവർക്ക് എന്ത് കൊടുക്കണം,
ചർച്ചയാണ് നമ്മൾ. ചർച്ചകൾ പാടില്ല. അവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രഹസ്യ സ്വഭാവത്തിലുള്ള സഹായം കൊടുക്കേണ്ടതും അവർ ഡിഗ്നിറ്റി ഉള്ളവരാണ്, അന്തസ്സായി ജീവിച്ചത്, അഭയാർത്ഥികളല്ല, കാലാവസ്ഥയുടെ ഉരുൾപൊട്ടലിന്റെ അഭയാർത്ഥികളല്ല അവർ. പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കനിവ് നേടുന്ന കുറെ അഭയാർത്ഥികളായിട്ടാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. പലപ്പോഴും സർക്കാരും അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല, ജനങ്ങളും അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. പഴയ വസ്ത്രങ്ങൾ കൊടുത്തയക്കുന്നു. എന്തൊരു ദുരന്തമാണ് നമ്മൾ കാണിക്കുന്നത്. അതാണ് ദുരന്തം, ഡിസാസ്റ്ററിന്റെ മറ്റൊരു ദുരന്തം. ചെയ്യരുത്. അവർ ഡിഗ്നിറ്റി ഉള്ളവരാണ്. അവരെ നന്നായി റീഹാബിലിറ്റേറ്റ് ചെയ്യണം, അവർക്ക് തൊഴിൽ കൊടുക്കണം, അവർക്ക് സ്ഥലം കൊടുക്കണം, വീട് കൊടുക്കണം. ഇത് നമ്മുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അവർ എന്തെല്ലാം ചെയ്തു തരുന്നു നമുക്ക്. തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾ എന്ത് തേയില എടുത്തിട്ടാണ് നമ്മളെല്ലാം തേയില കുടിക്കുന്നത്, ചായ കുടിക്കുന്നത്. ആ ലയങ്ങളിലെ ആളുകൾ പോയി. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, സാമൂഹ്യ ഉത്തരവാദിത്വമുണ്ട്. അത് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. എല്ലാവരും മല ഇറങ്ങും, താമരശ്ശേരി ചുരം ഇറങ്ങും. പിന്നെ നനഞ്ഞ കാറ്റും ഉണങ്ങിയ മരച്ചില്ലകളും ഒരു വലിയ പ്രകൃതിയുടെ താണ്ഡവം കണ്ട ഒരു ചെറിയ ഭൂമി അവിടെ ഇങ്ങനെ ശീതളച്ചായേറ്റ് നിൽക്കും. അവിടെ നമുക്ക് പോകണം, അവരെ നമുക്ക് പുനരധിവസിച്ച്. അപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, മരണ വീട്ടിൽ എല്ലാവരും വന്നു, റീത്ത് വെച്ചു, എല്ലാവരും കഴിഞ്ഞു പോയി, ചടങ്ങെല്ലാം കഴിഞ്ഞു. 16 അടിയന്തരം കഴിയുമ്പോഴാണ് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് വീട്ടുകാരിരുന്ന് ദുഃഖിക്കുന്നത്. ആ നഷ്ടബോധം അവർക്കുണ്ടാവാതെ അവരെ നിലനിർത്താൻ ആളുകൾ പോയി, സമ്മതിച്ചു, സ്വത്ത് പോയി, കൃഷി പോയി. പക്ഷെ അവർക്കൊരു മാനസിക പിൻബലം കൊടുക്കണ്ടേ? അത് കൊടുത്ത് അവരെ നിലനിർത്താൻ സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്കുണ്ട്, കാർഷിക മേഖലയിൽ നിൽക്കുന്നവർക്കുണ്ട്, പഞ്ചായത്തിനുണ്ട്, ഗവൺമെന്റിനുണ്ട്, സെൻട്രൽ ഗവൺമെന്റിനുണ്ട്, സംസ്ഥാന ഗവൺമെന്റിനുണ്ട്, മീഡിയയ്ക്കുണ്ട്. ഇതൊക്കെ മോണിറ്റർ ചെയ്യണം, ഇതൊക്കെ നടക്കുന്നുണ്ടോ നോക്കണം. അവിടെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു കൊടുക്കണം, ഇനി അവിടെയൊക്കെ താമസിക്കുമ്പോൾ എന്ത് ചെയ്യണം, അവർ ഗവേഷണങ്ങൾ നടത്തണം, പഠനങ്ങൾ നടത്തണം. അപ്പൊ ഇതെല്ലാവരും കൂടി ഒരു സമൂഹത്തെ ഒരു ചാക്രിക വ്യവസ്ഥയാണ്, ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ആ പ്രോസസ്സിലേക്ക് നമ്മൾ അവരെ രക്ഷിച്ചെടുക്കുന്ന ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വന്നാൽ, പ്രതിഭാസങ്ങൾ വരുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മരിച്ചു പോകും. മരിക്കുകയാണെങ്കിൽ മരിക്കാതിരിക്കട്ടെ, സംഭവിച്ചു പോയാൽ വളരെ കുറച്ച് പേരുടെ എണ്ണം കുറയ്ക്കാനും സ്വത്തിന്റെ എണ്ണം വളരെ കുറച്ച് നഷ്ടപ്പെടാനുള്ളത്, അല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, വാർണിംഗ് സിസ്റ്റം. ഇനി വെൽ സെറ്റിൽഡ് ഒരു വാർണിംഗ് സിസ്റ്റം നമുക്ക് കൊണ്ടുവരണ്ടേ? ഇതൊക്കെ ചിന്തിക്കണ്ടേ? അപ്പൊ അതാണ് നമ്മൾ അഡ്വാൻസ് ആവുന്നത്. അപ്പൊ ആ നിലയിൽ നമ്മൾ വലിയ ഹോംവർക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ ഹോംവർക്കിൽ തീർച്ചയായിട്ടും ഒരു പരിമിതി എന്ന് പറയുന്നത് ദീർഘകാലം, സാർ ചോദിച്ച പോലെ ദീർഘകാലം നമുക്ക് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റത്തില്ല. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നിർത്തും, അന്വേഷണം നിർത്തും. പിന്നെ കിട്ടുകയാണെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത്. പിന്നെ പാർട്ടൊക്കെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം, നേരത്തെ ചോദിച്ചതുപോലെ ചിലപ്പോൾ കിട്ടിയത്. പക്ഷെ എന്തായാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് വെച്ച്. കാര്യം നദിയിലേക്ക് നോക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, ചാലിയാർ മൊത്തം നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ലിമിറ്റ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.